ഈ അതുല്യ മരിച്ചു. ഇപ്പോൾ സതീഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇപ്പോൾ അയാൾ ഒളിവിലാണ്. അയാൾ ഈ പറഞ്ഞതുപോലെ അയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ പറയുന്നത് ഈ അബോർഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കഥകളാണ്. തനിക്ക് താൻ അറിയാതെ നാട്ടിൽ പോയി അബോർഷൻ ചെയ്തു. ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി ഷുഗറും ഉണ്ട്, നിങ്ങൾ തട്ടിപ്പോയാൽ ഞാൻ കുഞ്ഞിനെ വളർത്താൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലുള്ള ഒരുപാട് കഥകൾ അവൻ മെനയുന്നുണ്ട്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ഈ കേസിൽ ഇപ്പോൾ തുടർ നടപടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇതിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം എന്നൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞ കുട്ടിയുടെ അതുല്യ, ആ കുട്ടിയുടെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കൊല്ലത്ത് വെച്ചത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കുടുംബം നൽകിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് വകുപ്പുകളെല്ലാം ഈ സതീഷ് എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അവൻ ഒരു കാലത്തും പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള വകുപ്പുകളെല്ലാം അതിനകത്ത് ചുമത്തിയിട്ട് പോലീസ് കൃത്യമായിട്ട് കേസെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഷാർജയിൽ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് ഈ കുട്ടിയുടെ സഹോദരി അഖില ഒരു പരാതി ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഷാർജ പോലീസിന് നൽകാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അഖിലയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഓഡിയോ സന്ദേശവും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെ ഈ പരാതിയിൽ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഷാർജ പോലീസിന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷാർജ പോലീസ് ഇതിനോടകം തന്നെ ഈ പറഞ്ഞ സതീഷ് എന്ന് പറയുന്ന ആളുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്നും പുറത്ത് വേറൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിലേക്കോ വരാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലില്ല. പക്ഷേ അദ്ദേഹം അവിടെ ഒളിവിലാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമായിട്ട് ഷാർജ പോലീസ് മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ പിടിച്ച് കേരളത്തിന് കൊടുക്കുക എന്നുള്ളത് ഷാർജ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ ചുമതലകളിൽ ഒന്നാണ്. കാരണം ഇവിടെ കേരള പോലീസ് കൃത്യമായിട്ട് അവിടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്രിമിനലാണ്, ആ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഷാർജയിൽ സ്വാഭാവികമായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കാരണം അസ്വാഭാവിക മരണം എന്നത് അത് എവിടെയായാലും അസ്വാഭാവിക മരണത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ വിദേശ രാജ്യത്തായതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നോ അതിനനുസരിച്ച് മാത്രമേ അവർക്ക് കേസുകളിൽ സാധാരണ താല്പര്യം കാണിക്കാറുള്ളൂ. പക്ഷേ ഈ UAE പോലുള്ള കൺട്രികളിൽ പ്രത്യേകിച്ച് മലയാളികളുടെ കേസുകളെല്ലാം അത് അവരുടെ രാജ്യത്ത് നടക്കുന്ന അവരുടെ ഇടയിലുള്ളൊരു കേസ് പോലെ തന്നെ പരിഗണിക്കുന്നതാണ്. കാരണം നമുക്കറിയാം മലയാളികൾ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പം മലയാളികൾക്കുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ വളരെ ബഹുമാനത്തോടു കൂടി ഒരുക്കി കൊടുക്കുന്ന രാജ്യമാണത്. അവിടുത്തെ നമുക്കറിയാം രാജകുടുംബത്തിൽ ഉൾപ്പെടെ അവിടുത്തെ ഭരണാധികാരികളുടെ വീടുകളിൽ ഉൾപ്പെടെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈ പറഞ്ഞ UAE കൺട്രീസ് എല്ലാം. അപ്പോൾ ഷാർജയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ മെയിൽ അയച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇങ്ങനെ ഒരു കേസ് ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്, സതീഷ് എന്ന് പറയുന്ന ആൾ. അപ്പം ഈ കേസ് രജിസ്റ്ററായി എന്നുള്ള വിവരം കിട്ടിയ പാടെ തന്നെ ഈ പറഞ്ഞ സതീഷിൻ്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്നതിനനുസരിച്ചാണ് ഇനി ആളുടെ ഭാവി അവിടെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സതീഷ് ഒളിവിലായതുകൊണ്ട് തന്നെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഷാർജ പോലീസ്. ഈ ലുക്കൗട്ട് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇവനെ കാണുകയാണെങ്കിൽ ഉടൻ ഇന്ന നമ്പറിൽ അറിയിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്ന രീതിയിലാണ് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഇന്ന മരണവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സതീഷ് എന്ന് തന്നെ അതിൽ രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. ഇനി ഈ വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇത് അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് അതിൽ കൃത്യമായിട്ട് വരുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ടോ എന്ന കാര്യം കൂടി, ആ പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം കൂടി അതിൽ രേഖപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളെല്ലാം തന്നെ ചുമത്തും. ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്, ആത്മഹത്യാ പ്രേരണ കുറ്റം ഒരുപാട് നിലനിൽക്കുന്നൊരു കേസല്ല. പക്ഷേ ഈ ശാരീരിക പീഡനം, മാനസിക പീഡനം, ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തിയിട്ട് പ്രത്യേകിച്ച് അറബ് രാജ്യം കൂടിയായിട്ടുള്ള ഈ പറഞ്ഞ ഷാർജയിൽ നല്ല വകുപ്പുകൾ ചുമത്തി തന്നെ കേസുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇനി ബാക്കി നിയമവശങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഷാർജയിൽ ഒരു കേസ് നിലനിൽക്കും, അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു കേസും സ്വാഭാവികമായിട്ട് നിലനിൽക്കും. കൊല്ലത്തെ കേസിന് ഇനി കുറച്ചുകൂടി വകുപ്പുകൾ ചുമത്താൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുല്യയുടെ ബോഡി ഇവിടെ എത്തിയതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യണം. അത്
കൊല്ലം മെഡിക്കൽ കോളേജിലായിരിക്കണം മിക്കവാറും റീപോസ്റ്റ്മോർട്ടം. അങ്ങനെ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മരണകാരണം എന്താണ് എന്നതിന് കൃത്യമായിട്ട് കിട്ടും. പിന്നെ അതിനു മുമ്പേ ശാരീരിക പീഡനങ്ങൾ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ, ശരീരത്തിൽ മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം ആയിരിക്കും കേരളത്തിൽ ഈ ശാസ്താംകോട്ട പോലീസ് രേഖപ്പെടുത്തുന്ന കേസിലെ വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മരണമുണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ പറഞ്ഞ സതീഷ് അതുല്യ വളരെ അധികം ഉപദ്രവകാരിയായ ഒരു ഭാര്യയായിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളുമായിട്ടുള്ള സംസാരം നമ്മൾ കണ്ടതാണ്. യാതൊരു വിധത്തിൽ അദ്ദേഹത്തിനൊരു നഷ്ടബോധമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ ഇല്ലാതെ സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടു പോയതിൻ്റെ, മരിച്ചു പോയതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടോ സങ്കടമോ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളിലോ പ്രവൃത്തികളിലോ പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. പകരം തുടക്കം മുതൽ ഒടുക്കം വരെ ഭാര്യ തന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന രീതിയിൽ ഭാര്യയുടെ മേൽ കുറ്റങ്ങൾ മുഴുവൻ ചാർത്തി താനൊരു ഹരിശ്ചന്ദ്രനാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ക ഫ്രോഡാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അതൊക്കെ. കാരണം ഇത്തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഈ ഭാര്യയെ നിരന്തരം ഉപദ്രവിക്കുക, വളരെ മോശമായ രീതിയിൽ വൈകൃതങ്ങൾ കാണിക്കുക, എന്നിട്ട് ഭാര്യയാണ് തന്നെ പീഡിപ്പിക്കുന്നത് എന്ന രീതിയിൽ മറ്റുള്ളവരോട് പറയുക, തൻ്റെ അമ്മയുമായി ഒന്നും സഹകരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കള്ളമാണെന്ന് അയാളുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അയാളുടെ വീഡിയോകളെല്ലാം പുറം ലോകം കണ്ടു കഴിഞ്ഞു. ഇനി അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ അന്വേഷണത്തിലൂടെ ബാക്കി കാര്യങ്ങൾ വ്യക്തമാകും. അതിൽ നിന്ന് തന്നെ ഇയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാവും. ഇയാൾ റൂമിൽ പൂട്ടിയിട്ടിട്ടൊക്കെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ കുഞ്ഞ് ഇപ്പോൾ നാട്ടിൽ ഇവരച്ഛനമ്മമാരുടെ കൂടെയാണ്. ഇപ്പോൾ രണ്ടാമത് അബോർഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്ന ന്യായീകരണങ്ങൾ. അല്ല ചേട്ടാ, അതിനകത്ത് ഈ രണ്ടാമത് അബോർഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇയാൾ മെനഞ്ഞ കഥകളാണോ എന്നതിനെക്കുറിച്ചൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരങ്ങളാണ്. കാരണം നമുക്ക് ഈ ഒരു വിവാഹത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടാവുന്നു, രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് അത് 3 മാസമായപ്പം അബോർഷൻ ചെയ്ത് കളഞ്ഞു. അബോർഷൻ ചെയ്ത് കളഞ്ഞത് എനിക്ക് വളരെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ 40 വയസ്സ് കഴിഞ്ഞു, എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നുമ്പോൾ ശരിയാണ്, പാവം ഇങ്ങനെ അബോർഷനൊക്കെ ചെയ്ത് അവളെന്തൊരു ക്രൂരയാണ്. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ സതീഷിൻ്റെ ഭാഗത്ത് നിന്ന് എന്നത് നമുക്ക് ചിന്തിക്കാതിരിക്കേണ്ട. കാരണം അയാൾ അത്ര മിടുക്കനായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല അയാളുടെ ചില വാക്കുകളിൽ നിന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ മദ്യപിക്കാറുണ്ട്, മദ്യപിക്കാൻ വേണ്ടിയാണ് അന്നും പോയത്. അപ്പം ഞാൻ പോയ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ തുരുതുര എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവളെ ഒരു വീഡിയോ കോളിലാണ് ഇങ്ങനെ ഞാൻ കാണുന്നത്. ഞാൻ തിരിച്ചു ഓടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം തൂങ്ങി നിൽക്കുന്ന അവളെ കണ്ടു. ഞാൻ മെഡിക്കൽ വിളിച്ചു, എമർജൻസി വിളിച്ചു, അവർ പറഞ്ഞതനുസരിച്ച് ചെയ്തു. അപ്പോഴേക്കും മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത് കാണുന്ന ആളുകളൊക്കെ ഉണ്ണുന്നത് ചോറ് തന്നെയാണ്. അല്ലാതെ അത്രയും കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളല്ല ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്ന് സതീഷ് മനസ്സിലാക്കാം. പിന്നെ സതീഷ് എന്ന് പറയുന്നവൻ കൊടും ക്രിമിനലാണ് എന്നുള്ള വേറെ ആരും പറയേണ്ട. സതീഷിൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, 4 വർഷമായിട്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവനാണ്. അവൻ അവിടെ പോയി ജീവിച്ച് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ഞങ്ങൾക്കൊന്നും തരണ്ട, ഇങ്ങോട്ട് വരും വേണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. അതിനിപ്പോൾ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് ഒരു അമ്മ സാക്ഷ്യപ്പെടുത്തിയ ക്രിമിനലാണ് സതീഷ്. അപ്പം സതീഷ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കിയിട്ട് അത്ര ചുളിവിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഷാർജ. നീ അവിടെ എവിടെ ഒളിച്ചു കഴിഞ്ഞാലും പിടിക്കാൻ കഴിവുള്ള ഷാർജ പോലീസാണ്. അത് ഉറപ്പായിട്ടും നീ നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന് മുന്നിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.